ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്റ്റുട്ട്ഗാർട്ടിലാണ്. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, ഇപ്പോൾ ഓരോ സ്ഥലത്തെ ക്രിസ്മസ് മാർക്കറ്റ് കാണണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റുട്ട്ഗാർട്ടിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്, വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല. ഫുൾ ബിസി ആയിരുന്നു, വർക്കും ക്ലാസ്സും എക്സാമും അങ്ങനെയൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് മെല്ലെ കാണാം. ആണ് ഇതിൻ്റെ എൻട്രൻസ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്ക കടകളിലും ഫുഡും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെയാണ് മെയിലുള്ളത്. ചോക്ലേറ്റ്സ് കൂടുതൽ അങ്ങനത്തൊക്കെയാണ് വിൽക്കണേ. ചോക്ലേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. മെയിൻ ഫുഡ് കോർട്ടുകളാണ് കൂടുതലുള്ളത്. മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രീ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ. ക്രിസ്മസിന് സാധനങ്ങളൊക്കെ സെല്ല് ചെയ്യണതാണിത്. കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഒരു ബിസിനസ് ഉണ്ട് നാട്ടിൽ. നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്, ഹോൾസെയിൽ ഷോപ്പാണ്. ക്രിസ്മസ് സീസണൽ ഐറ്റംസ് ഒക്കെ സെല്ല് ചെയ്യണ ഷോപ്പാണ്. അപ്പോൾ നമുക്കിതൊക്കെ കണ്ടുകൊണ്ട് ഒന്നുമല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഇത് ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ റേറ്റ് നമുക്ക് നല്ല കുറവുണ്ട്. സെറ്റിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന്. ഈ ചെറിയ ഇങ്ങനെ സെപ്പറേറ്റ് കിട്ടും. കോഴി, ആട്, പശു അങ്ങനത്തെ സെപ്പറേറ്റ് കിട്ടും. പിന്നെ സെറ്റുകളും ഉണ്ട്. ഒക്കെ 200 പക്ഷേ ഇതിനൊക്കെ സിംഗിളിന് €2 എന്ന് പറയുമ്പോൾ 200. പിന്നെ സെറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങളാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് എനിക്ക് ഉള്ള ഷോപ്പെന്ന് വെച്ചാൽ സീസണൽ ഐറ്റംസ് ഷോപ്പാണ്. ഇപ്പോൾ ഓണം വരുമ്പോൾ ഓണം, ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്മസ്, വിഷു, അങ്ങനെ എല്ലാം സീസണൽ ഐറ്റംസ്. മെയിനായിട്ട് ഗിഫ്റ്റിൻ്റെ ഷോപ്പാണ്. അപ്പോൾ സീസണൽ ഐറ്റംസ് വരുമ്പോൾ നമ്മൾ സെല് ചെയ്യണം. നമ്മളാണെങ്കിൽ ഹോൾസെയിൽ സപ്ലയേഴ്സാണ്. നമ്മൾ ഇതിൻ്റെ ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോയി ആൾക്കാർ വിൽക്കുന്നത്. റീറ്റെയിൽ ഷോപ്പുകാർ നമ്മുടെ കടയിൽ നിന്ന് വന്നിട്ടാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ട്രീസ് എന്നൊക്കെ പറയുന്നത് എത്രയാണ്, 1 ഫീറ്റ് മുതലുണ്ട്. ₹80 മുതലാണ് നമ്മൾ സെല്ലാക്കുന്നത്. ₹80 മുതൽ 12 ഫീറ്റ് അടി ട്രീ വരെ വെക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ട്രീ ഉണ്ട്, സ്നോ ട്രീ ഉണ്ട്, പിന്നെ ക്രിബ് ഉണ്ട്, സെറ്റ് ഉണ്ട്, സ്റ്റാർ ഉണ്ട്. എന്തൊക്കെ വേണം, ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തൊക്കെ വേണം അതൊക്കെ നമ്മുടെ ഷോപ്പിൽ സെല്ലാക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിലുള്ളവരാണെങ്കിൽ ബ്രോഡ്വേയിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. ബ്രോഡ്വേയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കോളിത്ര കോംപ്ലക്സ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് ഉണ്ട്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എൻ്റെ ഷോപ്പ് വരുന്നത്. ഷോപ്പിൻ്റെ പേര് ന്യൂ സ്റ്റൈൽ ഗിഫ്റ്റ് എന്നാണ്. അപ്പോൾ നല്ല വില കുറവിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ക്രിസ്മസിന് ഒന്നും പോകണ്ട, നേരെ നിങ്ങളുടെ കടയിലേക്ക് വരാം. എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ആണിത്. ഹാങ്ങിങ് ഐറ്റംസ് കാര്യങ്ങളാണിത് മൊത്തം. ഈ ഷോപ്പ് ഇത് ഡെക്കറേഷൻ്റെയും ഇത് മീറ്റിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം മീറ്റിൻ്റെ ഇത് ക്യാപ്പ് എല്ലാം ഉണ്ട് കേട്ടോ. കൗണ്ടേഴ്സ് മാത്രമല്ല, എല്ലാം ഉണ്ട്. ക്യാപ്പ് ഇവിടെ മെയിനായിട്ടുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗ്ലൂ വൈൻ എന്ന് പറയുന്നത് വൈനാണ്. ആ വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിരിക്കും. ചൂടുള്ള വൈനാണ്. അത് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട്. €5 വരണത്. ഇത് വലിയ സെറ്റ് അതിനുള്ളിൽ കറങ്ങണതാണ്. നല്ല പെട്ട സാധനം അത്. ഏത് ബ്രീഡാണെന്നൊന്നും അറിയില്ല. സാധനം നല്ല പൊപ്പള് സാധനം അത്. രസമുണ്ട് ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ. പിന്നെ എൻ്റെ ജർമ്മനിയിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ ക്രിസ്മസും കൂടിയാണ് ഇത്. ഇതിൽ സാൻഡ് അനങ്ങുന്നുണ്ട്. ഇത് മറ്റേ സ്റ്റുട്ട്ഗാർട്ടിലത്തെ ആ ഇതാണ് ഈ ബിൽഡിംഗ് ഇല്ലേ, ബിൽഡിംഗ് ഷ്ലോസ്, അതാണിത്. ആ ജൈൻ വീൽ ക്രിസ്മസ് മാർക്കറ്റിന് ആ സെറ്റപ്പാണ് മുകളിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലിയ ട്രീ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. മോള് വരെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റാറിൻ്റെ സെക്ഷനാട്ടോ അത്. സ്റ്റാർ ഹാങ്ങിങ്സ്, അങ്ങനത്തെ ഹാങ്ങിങ്സിൻ്റെ ഷോപ്പാണത്.
സാധനങ്ങളാണ് ഇത്. 50 സെൻറ്റ് എന്ന് പറയുമ്പോൾ 50 രൂപ ഒരു പീസിനാണ്. അത് 3 യൂറോ, 300 ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ ഇതിൻ്റെ. കൊള്ളാം. സാധനം ലൈറ്റുള്ളതല്ല, അത് തിരിയുമ്പോൾ സാധനം ഇങ്ങനെ ആവണതാ. നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു, ഇനി വന്ന വഴി പോയിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ വേറെ കുറേ കടകളുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഇളകി. അപ്പം ഞാൻ ഒന്ന് ഓർഡർ ആക്കി. ബ്രോഷൻ വിത്ത് സ്റ്റീക്ക് ആണ് ആ സംഭവം. ബ്രോഷൻ വിത്ത് സ്റ്റീക്ക്. ഇത് കഴിച്ചിട്ട് മെല്ലെ നടക്കണം. ഇങ്ങനെയാണ് നമ്മൾ പോയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകണം. രസമായി തുടങ്ങിയപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ സെറ്റപ്പായി. റൈറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ട്. ഈ ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ആടുണ്ടല്ലോ. ആടില്ല കേട്ടോ, ഷീപ്പ്. ആട് ഗോട്ടല്ല, ഇത് ഷീപ്പ്. അതൊക്കെ മുകളിൽ നിർത്തിയിരിക്കണണ്ട. പക്ഷെ ഒറിജിനാലിറ്റി തോന്നിക്കുന്ന പോലെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. മഞ്ഞ് വീഴാണ്. പിന്നല്ല മനസ്സിലാക്കിയത്, അവിടെ ആ മിഷയും വെച്ചിട്ട് മറ്റേ ചെറിയ ചെറിയ രീതിയിൽ മറ്റേ മഞ്ഞ് പോലെ സെറ്റ് ചെയ്യണതാണ്. രസമുണ്ട്. അല്ല, മഞ്ഞിൻ്റെ സാധനം 2 സൈഡിലും മഞ്ഞിൻ്റെ സാധനം വെച്ചിട്ട് വീഴ്ത്തുന്നതാണ്. ഒക്കെയാണ് ഇവിടുത്തെ സെറ്റും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ടാണ് നടന്നത്, പിന്നെ ഇങ്ങോട്ട് പോയി ട്രീ. ഇനി നമ്മൾ വന്ന പോയിന്റിലേക്ക് പോവാണ്. ഫിഷ്. പക്ഷെ എന്താണെന്ന് അറിയാം, എനിക്ക് ഇവിടുത്തെ ഫിഷൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനി അവിടുന്ന് ലെഫ്റ്റിക്ക് പോകണ വഴിയാണ്. ഇവിടെ ഇതുപോലെ തന്നെ ഫുഡ് കോർട്ടും കാര്യങ്ങളും തന്നെയാണ് കേട്ടോ മൊത്തം. ആണ് ഇവിടുന്ന് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ. അങ്ങോട്ട് ഫുഡ് കോർട്ടും ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആയി തുടങ്ങി. നൈറ്റ് വൈബ് ചെയ്ത് തുടങ്ങി. ഇതൊക്കെ നേരത്തെ അവിടെ കണ്ട അതേപോലത്തെ ഒരു ഷോപ്പാണ്. ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒക്കെ ഡോൾസിൻ്റെ. ബുദ്ധനും കൃഷ്ണനും ഫെൻഷു ഐറ്റം ഒക്കെ ഉണ്ട്. ഫെൻഷിൻ്റെ ഐറ്റം കാര്യങ്ങളൊക്കെ സെല്ലാക്കുന്നുണ്ട്. അങ്ങോട്ട് മൊത്തമായിട്ട് ഗണപതി അങ്ങനത്തെ ഒക്കെ ഹിന്ദു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ സെൻറ്ററിലേക്ക് എത്തി. ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഫുള്ള് ലൈറ്റാണ്. മരത്ത് മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും. എവിടെ തിരിഞ്ഞാലും ഈ ഷോപ്പും കാര്യങ്ങളും മെയിൻ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ ഉണ്ട്. അങ്ങനെ ഇതാണ്. എല്ലാവരും കയ്യിലും ഗ്ലൂ വൈൻ ഉണ്ടാകും. ഗ്ലൂ വൈൻ റെഡ് ഉണ്ട്, വൈസ് ഉണ്ട് നേരത്തെ പറഞ്ഞില്ലേ. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വൈൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായിരിക്കും ഈ വൈന്. നല്ല ചൂടുള്ള വൈനാണ് ഈ ഗ്ലൂ വൈൻ എന്ന് പറയണ വൈന്. 5 യൂറോ ആണ് വരണത് ഒരു വൈന്. നമ്മൾ 10 യൂറോ കൊടുക്കണം. അതിൽ ഫാൻഡ് ഉണ്ട്. അപ്പോൾ ഫാൻഡ് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 5 യൂറോ തിരിച്ചു കൊടുക്കും. ഒരു വെറൈറ്റി സംഭവം കാണിച്ചു തരട്ടെ. ട്രെയിനിൽ പോണത് കാണിച്ചു. ട്രെയിനിൽ പോകാന്ന് പറയുമ്പോൾ വിചാരിക്കും എല്ലാവരും സാധാരണ ട്രെയിനിൽ പോണതല്ലേ. അതല്ല, ഇത് വെറൈറ്റി സംഭവമാണ്. കാണിച്ചു തരാവേ. ആണ് ഞാൻ പറഞ്ഞ വെറൈറ്റി. കണ്ടോ? ട്രാക്കിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോവും. ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് ആ ഉള്ളിൽ കൂടെ, ഗുഹയുടെ ഉള്ളിൽ കൂടെ പുറത്തു കൂടെ വരും. ഇങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ട്. സൈക്കിൾ ഓടിക്കണത്. ഇത് മറ്റേ ഡോൾസിൻ്റെ ഷോപ്പാട്ടോ. കൊള്ളാം.
ഓരോ മൂലക്കിലും ഇതുപോലെ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സമയം അധികം ആയിട്ടില്ല, 5 മണി ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നല്ല ഇരുട്ടാവും. അറിയാലോ, വിൻ്റർ സമയത്ത് വേഗം ഇരുട്ടാവും, സമ്മർ സമയത്താണ് ലേറ്റായിട്ടാണ് ഇരുട്ടാവുക. അങ്ങനെ അപ്പോൾ റിട്ടേൺ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.